നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന നെല്ലിക്കയൊക്കെ തീരാറായി. എന്നാൽ പിന്നെ ഒരു ചമ്മന്തി കൂടി ആയാലോ? ചമ്മന്തി അരയ്ക്കാൻ ആർക്കും അറിയാൻ വയ്യാത്ത അല്ലേ? ആദ്യം നമുക്ക് ചെറുള്ളിയും മുളകും കൂടി ഒന്ന് ചുട്ടെടുക്കാം. വിറകടുപ്പുള്ളവരാണെങ്കിൽ തീക്കനലിട്ട് ചുട്ടെടുത്താൽ മതി. ഇതിൻ്റെ കരി ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളയണം. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് അരകല്ലിലാണ് ചമ്മന്തി അരയ്ക്കുന്നത്. മുളകും പുളിയും ഉപ്പും ചേർത്ത് അരച്ചതിന് ശേഷം ചുമന്നുള്ളിയും കൂടെ വെച്ച് കൊടുക്കാം. തേങ്ങ ഞാനൊരു അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി 4 നെല്ലിക്ക കുരുകളത്. ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിയും കൂടി വെച്ച് അരച്ചെടുക്കാം. ഇനി ഒരു പച്ചമുളകും കൂടി അരച്ചെടുത്ത് കഴിഞ്ഞാൽ ചമ്മന്തി റെഡിയായി. അരകല്ലിൽ അരച്ച ചമ്മന്തിയാണെങ്കിൽ ഇന്ന് കുറച്ച് ചോറ് അധികത്തിൽ കഴിക്കാം.